ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു മുരിങ്ങ നടുന്ന വീഡിയോ കണ്ടു നോക്കിയാലോ. ഞാൻ എങ്ങനെയാണ് എൻ്റെ മുരിങ്ങ നട്ടതെന്നുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ മുരിങ്ങയെ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് തന്നതാണിത്. ഇവിടെ കൂടുതലായും ഇന്ത്യൻ വെജിറ്റബിൾസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താണ് എല്ലാവരിലേക്കും എത്തുന്നത്. ഞങ്ങൾക്കുള്ള വെജിറ്റബിൾസും സീഡ്സും ഒക്കെ എല്ലാവർക്കും കൊടുക്കാറുമുണ്ട്. ഈ മുരിങ്ങ എനിക്ക് കഴിഞ്ഞ വർഷം തണുപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് കിട്ടിയതാണ്. പക്ഷെ ആ സമയം നമ്മളത് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പടിച്ച് ഇത് ഉണങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ മുരിങ്ങ ഗാരേജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നേ. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് മണ്ണിലേക്ക് കുഴിച്ച് വെക്കാം കേട്ടോ. അതിനായി കുറച്ചും വലിയ ഒരു കുഴി നമുക്ക് എടുക്കാം കേട്ടോ. തണുപ്പ് കാലത്ത് മുരിങ്ങയ്ക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ഒരു പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ട് എൻ്റെ ഒരു മുരിങ്ങ ചീഞ്ഞു പോയി. ഈ ഓർഗാനിക് കമ്പോസ്റ്റ് മിക്സ് ചെയ്ത മണ്ണാണ് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കുഴി മുരിങ്ങ നടാൻ പറ്റുമോ എന്നറിയാനായിട്ട് മുരിങ്ങ ചട്ടിയോട് കൂടി കുഴിയിൽ വച്ച് നോക്കിയതാണ്. കുറച്ച് വലിയൊരു കുഴിയായിരുന്നു എടുത്തിരുന്നത്. ഈ കുഴി ധാരാളം മതി കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുരിങ്ങ വെക്കാൻ പറ്റും. അപ്പോൾ ഈ മുരിങ്ങ ഈ ചട്ടിയിൽ ഇരുന്ന് തന്നെ വളർന്നു വലുതായിട്ടോ. അതിൻ്റെ വേരാണെങ്കിൽ ചട്ടിയുടെ ഹോൾ വഴി പുറത്ത് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ മുരിങ്ങ ചട്ടിയിൽ നിന്ന് വേർപെടുത്തി എടുക്കാൻ നല്ല ടാസ്ക് ആയിരുന്നു. ഞങ്ങൾ പിന്നെ ലാസ്റ്റ് ഇതൊരു കത്തി വെച്ച് ചട്ടി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മുരിങ്ങ അതിൽ നിന്ന് ചട്ടിയിൽ നിന്ന് എടുക്കാൻ പറ്റിയത്. ഇനി നമുക്ക് ഇതിലേക്ക് കമ്പോസ്റ്റ് വളം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പതിയെ മുരിങ്ങ ഒന്ന് നേരെ വെച്ചിട്ട് കുറച്ച് നന്നായി മണ്ണിട്ട് കൊടുത്ത് ചുവട് നന്നായി ഉറപ്പിച്ച് നിർത്തണം കേട്ടോ. മുരിങ്ങ നട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ചത്തേക്ക് 2 നേരം നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. ഇതാണ് മുരിങ്ങ നട്ട അന്നത്തെ വീഡിയോ. ഇപ്പോൾ ഏകദേശം 1 മാസം ആയിട്ടുണ്ട്. ഇപ്പോൾ ഇലകളൊക്കെ വന്ന് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.